മമ്മി, പോലീസിനെ വിളിച്ചാൽ ഡാഡിയുടെ വെല്ലുവിളി സ്വീകരിക്കേണ്ടി വരും. പറഞ്ഞതുപോലെ അവള് കൊടുത്തത് മദ്യപാനം നിർത്താനുള്ള വെറും നാട്ടുമരുന്നാണെങ്കിൽ പിന്നെ അവന്റെ ശരീരത്തിൽ എങ്ങനെ വിഷം വന്നു? വേറെ ആരാ അവന് വിഷം കൊടുക്കുന്നേ? ആരാ അവനിവിടെ ശത്രുക്കള്? വേറെ എവിടെന്നാ അവന്റെ ശത്രുക്കള്? നീ പറ. മമ്മി, ഞാൻ പറയുന്നോണ്ട് കുഴപ്പമൊന്നും തോന്നരുത്. വിജയേട്ടൻ കൊടുത്ത മദ്യം കഴിച്ചുകൊണ്ടാണല്ലോ ഏട്ടൻ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോ ആ മദ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? എന്താ വേദയെ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് സംഭവിക്കണ്ടേ? ആന്റി, ഞാൻ വാങ്ങിച്ച സാധനം ഇത്തിരി വിലക്കുറവാ, പക്ഷേ നല്ലതാ. ഞാൻ വാങ്ങിച്ച സാധനം അവിടെ ബാക്കി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഞാൻ എടുത്ത് കുടിച്ചു കാണിക്കാം. എന്ത് സംഭവിച്ചാലും അവന്റെ മേലെ ഒരു വിട്ടിട്ട് വിളമ്പിക്കോളൂ അവൻ. ഞാൻ പോലീസിനെ വിളിക്കട്ടെ? അയ്യോ, അത് വേണ്ട. അതിപ്പോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ ഗ്യാരണ്ടി പറയാൻ. പത്മ, ഇത് തന്റെ തോൽവിയായിട്ടൊന്നും താൻ വ്യാഖ്യാനിക്കണ്ട. ആപത്തൊന്നുമില്ലാതെ അവൻ തിരിച്ചെത്തിയല്ലോ. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ആശ്വസിക്കുക വേണ്ടത്. മകനെ സ്നേഹിക്കുന്ന നല്ലൊരമ്മ മനസ്സിലുണ്ടെങ്കിൽ അതാണിപ്പോ ചെയ്യേണ്ടത്. ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോഴും എന്റെ സംശയങ്ങൾ കൂടി വരിക. ആ തീരുമാനം, സൂര്യ അവളെ താലി കെട്ടിയ തീരുമാനം, കാലങ്ങൾക്ക് മുമ്പേ നിങ്ങൾ തീരുമാനിച്ചു വെച്ച കാര്യ. അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ന്യായീകരിക്കില്ലല്ലോ. അവൾക്ക് വേണ്ടി ഇത്രയും നിങ്ങൾ വാദിക്കുകയില്ല. ഇതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല പത്മ. ഐ എം സോറി. നിങ്ങൾ പറയാതിരിക്കുന്നതാ നല്ലത്. ഓ